നമസ്കാരം. 2025 മാർച്ച് 29-നുള്ള ശനിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ശനിമാറ്റത്തിലൂടെ രാജയോഗം ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. ശനിയുടെ മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രമായ മീനം രാശിയിലേക്കാണ് മാറുന്നത്. ശനിയുടെ നീചരാശിയായ മേടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാശിപ്രകാരം ശനിക്ക് ബലക്കുറവുണ്ട്. എന്നാൽ ഓരോ നക്ഷത്രക്കാരുടെയും ഇഷ്ടസ്ഥിതി അനുസരിച്ച് ശനി അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. ശനി ഇരിക്കുന്ന ഭാവത്തിലും പ്രത്യേക ഫലം ചെയ്യുന്നതാണ്. ഇവിടെ ശനി ഇരിക്കുന്ന രാശിക്ക് ഫലം കുറവാണ്. ശനി നമ്മുടെ ഇഷ്ടസ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങൾ നൽകുമ്പോൾ, എന്നാൽ അനിഷ്ടസ്ഥിതിക്ക് നേരെ മറിച്ചുള്ള വിപരീത ഫലങ്ങളും നൽകാറുണ്ട് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു. ശനിയെ സംബന്ധിച്ചിടത്തോളം 6 മാസത്തിന് മുൻപ് തന്നെ ഈ രാശിമാറ്റത്തിൻ്റെ ഫലം വന്നു തുടങ്ങും എന്നുള്ളതാണ്. ശനി യഥാർത്ഥത്തിൽ മാറുന്നത് 2025 മാർച്ച് 29-നാണെങ്കിലും 2024 ഒക്ടോബർ 1 മുതൽ തന്നെ ഇതിൻ്റെ ഫലങ്ങൾ കാണുവാൻ തുടങ്ങും എന്നതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒക്ടോബർ 1 മുതൽ ശനിയുടെ അടുത്ത രാശിയുടെ ഫലം അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ശനിയെ വെച്ചുകൊണ്ടാണ് ഇനിയുള്ള 2.5 വർഷക്കാലത്തേക്കുള്ള നിങ്ങളുടെ സ്ഥിതി, അതായത് നിങ്ങളുടെ ഫലം എങ്ങനെയാണെന്ന് നിശ്ചയിക്കുന്നത്. ഈ 2.5 വർഷക്കാലത്തേക്കുള്ള ഫലം ശനിയുടെ രാശിസ്ഥിതിയെയും ഭാവസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു. പല വ്യക്തികൾക്കും പല വിധങ്ങളായ പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, അതല്ല എങ്കിൽ രോഗദുരിതങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, വിദേശപരമായ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ബിസിനസ് പരമായ പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങൾ അലട്ടുന്ന സമയത്തായിരിക്കും ഒരു ജ്യോതിഷനെ കാണുന്നത്. ഈ ജ്യോതിഷനെ കണ്ട് പ്രശ്നം വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ സമയം കൃത്യമായി അറിയാൻ സാധിക്കുന്നതുമാണ്. ശനിയുടെ ഈ മാറ്റം 2.5 വർഷത്തേക്ക് നിങ്ങൾക്ക് നല്ല ഫലം ചെയ്യുമെങ്കിലും പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഉദയലഗ്നപ്രകാരം നിങ്ങളുടെ ഗ്രഹസ്ഥിതിക്കും ചില മാറ്റങ്ങൾ വരുന്നതാണ്. ഈ ഫലം ലഭിക്കുന്നത് 1 വർഷത്തേക്കാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ശനിയുടെ മാറ്റത്തിൻ്റെ ഫലം 2.5 വർഷത്തേക്കും പ്രശ്നം വയ്ക്കുമ്പോഴുള്ള ഫലം 1 വർഷത്തേക്കുമാണ് ലഭിക്കുക. ആ 1 വർഷത്തിൽ തന്നെ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയെല്ലാം ഒതുങ്ങുന്നതാണ്. ജ്യോതിഷപ്രകാരം ശനിയുടെ പുത്രനായിട്ടാണ് ഗുളികനെ കണക്കാക്കുന്നത്. പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ശനിയെയും ഗുളികനെയും എടുത്തുവച്ച് ലഗ്നവും ആരൂഢവുമെല്ലാം നോക്കിക്കൊണ്ടാണ് പ്രശ്നചിന്ത നടത്തുന്നത്. അങ്ങനെയാണ് ഈ 1 വർഷത്തെ ഫലം പറയുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ പരാമർശിക്കാൻ പോകുന്ന ഈ ഗ്രഹസ്ഥിതിയിൽ നിന്നും പ്രശ്നം വയ്ക്കുമ്പോൾ ഉള്ള ഫലം ചെറിയ മാറ്റം ഉണ്ടാകുന്നതാണ്. അതിന് കാരണം ഇപ്പോൾ പറയുന്നത് പൊതുഫലപ്രകാരമാണ്. കൃത്യമായി ആ വ്യക്തിയെ, അതായത് ആ വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് പ്രശ്നം വയ്ക്കുമ്പോഴാണ് പറയുവാൻ സാധിക്കുക. ഇനി ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാരെന്ന്, പൊതുഫലപ്രകാരമുള്ള ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ്. ഉത്രാടം 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നിവ ചേരുന്നതാണ് മകരം രാശി എന്ന് പറയുന്നത്. മകരം രാശിക്കാർക്ക് ശനി 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 3-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് ഫലമുണ്ട്. 3-ൽ നിൽക്കുന്ന ശനി സാഹസികം, പരാക്രമം എന്നിവ കാണിക്കുന്നു. സാഹസികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ചെയ്യാത്ത ചില പ്രവൃത്തികളിലേക്ക് ഈ വ്യക്തികൾ തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ പ്രവൃത്തിയിൽ വിജയം 100% തന്നെയായിരിക്കും. ഗ്രഹസ്ഥിതിക്കനുസരിച്ച് നല്ല ഒരു ഫലം ഇവർക്ക് ലഭിക്കുന്നതുമാണ്.
ശനി 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്തായിരിക്കും പരമാവധി അനുകൂലമായ ഫലം ലഭിക്കുന്നത്. അടുത്ത രാശിയായി പരാമർശിക്കുന്നത് കർക്കടകൻ രാശിയാണ്. പുണർദം കാൽഭാഗവും പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളും ചേരുന്ന കർക്കടകൻ രാശിക്കാർക്കും ഇത് നല്ല സമയം തന്നെയാണ്. ഇവർക്ക് 9-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 9-ാം ഭാവത്തിലുള്ള ശനി ദോഷഫലങ്ങൾ ചെയ്യില്ല. കൂടാതെ പൂർവ്വപുണ്യം ലഭിക്കും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. കൂടാതെ വസ്തുവകകൾ ലഭിക്കുവാനുള്ള സാധ്യതയും, അതായത് ഭൂമി ലാഭം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം കൊണ്ടും അനുകൂലമായ സമയം തന്നെയാണ്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുടനെ തന്നെ വിദേശത്തേക്കുള്ള യാത്രയും സാധ്യമാകും എന്നുള്ളതാണ് പറയുവാനുള്ളത്. ബിസിനസ് പരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും യാത്ര വളരെ അനുകൂലമാണ്. ലോഹ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ചും ഇരുമ്പ് മുതലായ ലോഹങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ശനിയുടെ ഈ മാറ്റം കാരണം വളരെ അനുകൂലമായ ഫലമാണ് ലഭിക്കുവാൻ പോകുന്നത്. ഇനി അടുത്തതായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം 3/4 ഭാഗം ചേരുന്ന ഈ രാശിക്കാർക്കും എല്ലാം കൊണ്ടും അനുകൂലം തന്നെയാണ്. ഈ രാശിക്കാർക്ക് 6-ാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. ഇത് ശത്രുദോഷം ഇല്ലാതാകുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ സമയം തന്നെയാണ്. കൂടാതെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും ഈ സമയം സാധിക്കും എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷകളിൽ വിജയം നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയം തന്നെയാണ്. കൂടാതെ ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി അടുത്തതായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. കാർത്തിക 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നിവ ചേരുന്നതാണ് ഇടവം രാശി. ഈ രാശിക്കാർക്ക് 11-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. 11 എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ്. അതിനാൽ തന്നെ ഈ വ്യക്തികളുടെ സർവ ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സമയം തന്നെയാണിത്. കുടുംബത്തിൽ ഐക്യം, സമാധാനം, സന്തോഷം എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൂടാതെ ധനം, തൊഴിൽ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ബിസിനസ്സിൽ ലാഭം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. കൂടാതെ പ്രതീക്ഷിക്കാത്ത വിദേശയോഗം, ഇങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ സമയം തന്നെയാണിത്. മേൽപ്പറഞ്ഞതു പ്രകാരം 2.5 വർഷത്തേക്കുള്ള ഫലമാണ് ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്. ഇത് പൊതുഫലപ്രകാരമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നം വയ്ക്കുമ്പോഴുള്ള ഗ്രഹനില പ്രകാരം ഈ ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്.